ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറീസ് ഇൻ പ്രൈമറി മാർക്കറ്റ് എന്നുള്ള ഭാഗമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈമറി മാർക്കറ്റ് എന്നാൽ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. നമുക്കറിയാം, ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു കമ്പനി ആദ്യമായിട്ട് പ്രൈമറി മാർക്കറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ പുതിയതായിട്ടുള്ള ന്യൂ ഷെയർസോ അല്ലെങ്കിൽ ഇക്വിറ്റിയൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത്, ക്യാപിറ്റൽ നേടിയെടുക്കുന്ന സമയത്ത് അതിനൊരുപാട് പേര് സഹായിക്കുന്നുണ്ട്. കമ്പനിക്ക് നേരിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കമ്പനിക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാൻ സാധിക്കില്ല. കമ്പനി കാനോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ റൈസിങ് ക്യാപിറ്റൽ. ഇൻവോൾവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, കമ്പനി ഒരു സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് ഡീൽ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടണം, പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക എന്നുള്ളത്, നമ്മുടെ ഷെയർസിന്, കമ്പനിയുടെ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിനുള്ള ഷെയർസിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, പ്രൈമറി മാർക്കറ്റിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെവറൽ പ്രൊസീഡിങ്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട്, അതുപോലെ കുറേ ഡോക്യുമെൻ്റൽ പ്രൊസീഡിങ്സ് ഉണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചില ഇടനിലക്കാരാണ് സഹായിക്കുന്നത്, ഇൻ്റർമീഡിയറീസ് ആണ് സഹായിക്കുന്നത്. അവരെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറീസ് ഇൻ പ്രൈമറി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റിലെ ഇടനിലക്കാരെക്കുറിച്ച്. ഓക്കെ, പ്രൈമറി മാർക്കറ്റിലെ ഇടനിലക്കാരെ നമുക്ക് പ്രധാനമായിട്ടും 5 തരംതിരിക്കാം. 5. ഓക്കെ, ഒന്നാമത്തതാണ് മാനേജേഴ്സ് ടു ദി ഇഷ്യൂ, അല്ലെങ്കിൽ മെർച്ചൻ്റ് ബാങ്കേഴ്സ് ഓർ ലീഡ് ബാങ്കേഴ്സ്. ഓക്കെ, ലീഡ് ബാങ്ക് അല്ലെങ്കിൽ മെർച്ചൻ്റ് ബാങ്ക് അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദി ഇഷ്യൂ എന്നൊക്കെ അറിയപ്പെടും. രണ്ടാമത്തതാണ് രജിസ്ട്രാർ ടു ദി ഇഷ്യൂ. മൂന്നാമത്തതാണ് അണ്ടർ റൈറ്റേഴ്സ് ടു ദി ഇഷ്യൂ. നാലാമത്തതാണ് ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ. അഞ്ചാമത്തതാണ് ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ. ഓക്കെ, ഇത്രയും ആളുകൾ, 5ഓളം ആളുകൾ, ഏറ്റവും ചുരുങ്ങിയ എത്ര ആൾക്കാരുണ്ട്, 5 തരത്തിലുള്ള ആളുകൾ, 5 തരത്തിലുള്ള ഇടനിലക്കാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് പ്രൈമറി മാർക്കറ്റിൽ നിന്നും ഒരു കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്, ബൈ ഇഷ്യൂയിങ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി എക്സെട്ര. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായി നോക്കാനുള്ളത് ഏതാണ്, മാനേജേഴ്സ് ടു ദി ഇഷ്യൂ ആണ്. നമുക്കത് നോക്കാം. മാനേജേഴ്സ് ടു ദി ഇഷ്യൂ. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ മാനേജ് ചെയ്യുന്ന ഫേം, ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ മാനേജ് ചെയ്യുന്ന ഇഷ്യൂ മാനേജേഴ്സ് അല്ലെങ്കിൽ ഇഷ്യൂ മാനേജ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ വിളിക്കുന്ന പേരാണ് മാനേജേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. എ കമ്പനി വിഷ് ടു റൈസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർസ് ടു ദി പബ്ലിക്. ഫോർ ഇഷ്യൂയിങ് ദി ഷെയർസ്, certain persons supporting to the issue management, that persons are called managers to the issue. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ഇഷ്യൂ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദി ഇഷ്യൂവിൽ വരുന്ന ആളാണ് ആര്, മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്നറിയപ്പെടുന്നത്. മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകളാണ് സത്യത്തിൽ മാനേജർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ദേ ആർ ഇഷ്യൂ മാനേജേഴ്സ്. മെർച്ചൻ്റ് ബാങ്കേഴ്സ് അറിയപ്പെടുന്ന പേരെന്താണ്, ഇഷ്യൂ മാനേജേഴ്സാണ്. ദേ മാനേജ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി. ഒരു കമ്പനിയുടെ ഷെയർ, ഡിബഞ്ചർ, ഇക്വിറ്റിയൊക്കെ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നവരാണ് ആര്, മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്നറിയപ്പെടുന്നത്. ദേ എൻഗേജ്ഡ് ഇൻ ഓഫർ ഓഫ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് കമ്പനി. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസിനെ വിൽക്കുന്നതും അതുപോലെ സെക്യൂരിറ്റീസിനെ വാങ്ങുന്നതുമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സ്ഥാപനമാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സ്. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുക, അതുപോലെ സെക്യൂരിറ്റിയെ സെയിൽ ചെയ്യുക, ഓഫർ ഓഫ് സെയിൽ വെക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നവരാണ് ആര്, മെർച്ചൻ്റ് ബാങ്കേഴ്സ്. ഇനി എന്താണ് മെർച്ചൻ്റ് ബാങ്കർ എന്ന് പറഞ്ഞത്? എനി പേഴ്സൺ ഹു എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഇഷ്യൂ മാനേജ്മെൻറ്റ്. ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ആര്, മെർച്ചൻ്റ് ബാങ്കർ.
എയ്തർ ബൈ മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് റിഗാർഡിംഗ് സെല്ലിംഗ്, ബൈയിങ് ഓർ സബ്സ്ക്രൈബിംഗ് ടു ദ സെക്യൂരിറ്റീസ്. എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവർ മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്, ഈ മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്താണ് ഉണ്ടാക്കുന്നത്? മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ്, സൗകര്യമൊരുക്കി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? റിഗാർഡിംഗ് സെല്ലിംഗ്, വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട്, ബൈയിങ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, സബ്സ്ക്രൈബിങ് ടു ദ സെക്യൂരിറ്റി, സെക്യൂരിറ്റീസ് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നവരാണ് ആര്? മെർച്ചൻ്റ് ബാങ്കേഴ്സ്. ആസ് മാനേജർ ഇവരെന്തെല്ലാം പ്രവൃത്തികൾ ഏർപ്പെടുന്നു? എന്തെല്ലാം രീതിയിലുള്ള പ്രവൃത്തികളിലാണ് ഏർപ്പെടുന്നത്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആക്ട് ആസ് മാനേജർ, ഒരു മാനേജർ എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. കൺസൾട്ടൻറ്റ്, ഒരു കൺസൾട്ടൻറ്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു കമ്പനിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഡ്വൈസർ എന്നുള്ള രീതിയിലും പ്രവർത്തിക്കുന്നു. ഫോർ റെൻഡറിങ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ്. ഓക്കെ, കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, മെർച്ചൻ്റ് ബാങ്കേഴ്സിനെ നിയമിക്കുന്ന ആരാണ്? ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? മെർച്ചൻ്റ് ബാങ്കേഴ്സിനെ നിയമിക്കുന്നത്. മെർച്ചൻ്റ് ബാങ്കേഴ്സാണ് കമ്പനിയുടെ ഷെയർ വിൽക്കുന്നതും വാങ്ങുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നവരാണ് ആര്? മെർച്ചൻ്റ് ബാങ്കേഴ്സ്. എന്തൊക്കെയാണ് മെർച്ചൻ്റ് ബാങ്കറുടെ ഫംഗ്ഷൻ? മാനേജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിങ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഇക്വിറ്റി, ഡിബഞ്ചറായിട്ടോ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിങ്സിന്, ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിങ്സിന് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മെർച്ചൻ്റ് ബാങ്കറുടെ ഒരു ഡ്യൂട്ടി. മാനേജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിങ്സ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിങ്സിന്, പബ്ലിക്കിന് ഡെപ്റ്റായിട്ടും ഇക്വിറ്റി ആയിട്ടും ക്യാപിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഷെയർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിബഞ്ചർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം. ഡെപ്റ്റ് എന്നുള്ളത് ഡെപ്റ്റ് എന്ന് വായിക്കാം. ഓക്കെ. പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് സെക്യൂരിറ്റി ഈസ് ലൈക്ക് ഇക്വിറ്റി ഷെയർസ്. പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, എന്താ? ഷെയർ പ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓഫ് വേരിയസ് സെക്യൂരിറ്റി, വ്യത്യസ്തമായ സെക്യൂരിറ്റികൾ എന്ത് ചെയ്യുക? പ്ലേസ്മെൻറ്റ് ചെയ്യുക, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ അവർക്കുണ്ട്. ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയറുകൾ, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ പോലെയുള്ള ഇൻസ്ട്രുമെൻസുകളെ എന്ത് ചെയ്യുക? പ്ലേസ്മെൻറ്റ് ചെയ്യുക, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തി ആര് ചെയ്യുന്നുണ്ട്? മെർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കമ്പനികൾക്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനികൾക്ക് അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അഡ്വൈസറി സർവീസുകൾ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന സേവനങ്ങൾ കമ്പനികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ ഒരു കമ്പനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു മൂലധന ഘടന സെറ്റ് ചെയ്യുന്നതിൽ കമ്പനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മൂലധന ഘടന സെറ്റ് ചെയ്യുന്നതിന്, ഉണ്ടാക്കിയെടുക്കുന്നതിന് മെർച്ചൻ്റ് ബാങ്കർ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് ഫോർ ദി ക്ലയൻറ്റ്. റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ്, അതായത് ഇത്തരത്തിൽ റൈസ് ചെയ്തിട്ടുള്ള ഫണ്ട്, ഇത്തരത്തിലൊരു കമ്പനി റൈസ് ചെയ്തിട്ടുള്ള ഫണ്ട് എവിടേക്ക് ഉപയോഗിക്കണം എന്ന്, ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കമ്പനിക്ക് ആൾട്ടർനേറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട, പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അഡ്വൈസറി സർവീസുകൾ, അഡ്വൈസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനികൾക്ക് ആര് കൊടുക്കുന്നുണ്ട്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡിങ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ മീൻസ് വാട്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഹൈ റിസ്കി എൻ്റർപ്രൈസസ്. ഹൈ റിസ്കിയർ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെർച്ചൻ്റ് ബാങ്കർ. അതുപോലെ തന്നെ അസിസ്റ്റൻസ് ടു ഗെറ്റ് ടേം ലോൺസ് ഫോർ പ്രൊജക്റ്റ്. ഒരു കമ്പനിയുടെ പ്രൊജക്റ്റിലേക്ക്, നിക്ഷേപ അവസരത്തിലേക്ക്, ഒരു കമ്പനിയുടെ പുതിയ ന്യൂ പ്രൊജക്റ്റിലേക്ക് ലോങ് ടേം ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നു മെർച്ചൻ്റ് ബാങ്കർ. ഓക്കെ, അതാണ് മെർച്ചൻ്റ് ബാങ്കറുടെ ഫംഗ്ഷൻ. പിന്നെ റോൾ എന്താണെന്നുള്ളതാണ് മെർച്ചൻ്റ് ബാങ്കറുടെ റോള്. ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു മെർച്ചൻ്റ് ബാങ്കറുടെ റോള്. ഓക്കെ, അതിൽ ഒന്നാമത്താണ് ഇൻ പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തെല്ലാം റോളാണ് മെർച്ചൻ്റ് ബാങ്കർക്കുള്ളത്? മെർച്ചൻ്റ് ബാങ്ക് ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ സെബി അപ്രൂവൽ ഫോർ ദി ഇഷ്യൂ. ഇഷ്യൂ എന്നുള്ളത് ഇഷ്യൂ എന്ന് വായിക്കാം.
മെർച്ചൻ്റ് ബാങ്കർ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. എന്തിന്? ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള അനുമതി വാങ്ങുവാൻ ആര് സഹായിക്കുന്നു? മെർച്ചൻ്റ് ബാങ്കർ സഹായിക്കുന്നു. പിന്നെയോ ടു അറേഞ്ച് അണ്ടർ റൈറ്റിംഗ് ഫോർ ദി പ്രപ്പോസൽ ഇഷ്യൂ. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെയറിൻ്റെ പ്രപ്പോസൽ ഇഷ്യൂവിന് എന്ത് ചെയ്യുക? അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ കാര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അണ്ടർ റൈറ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്താ അണ്ടർ റൈറ്റേഴ്സ് പറഞ്ഞാൽ? ആരും വാങ്ങിയില്ലെങ്കിൽ, പബ്ലിക്കിൽ ആരും വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊള്ളാമെന്ന് ഒരു ടീം ഗ്യാരണ്ടി നിൽക്കുകയാണ്. അതാണെന്ത്? അണ്ടർ റൈറ്റേഴ്സ്. അപ്പോൾ അണ്ടർ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്യൂവിന് മുമ്പേ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക? അണ്ടർ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മെർച്ചൻ്റ് ബാങ്കേഴ്സ് റെഡിയാക്കി വെക്കുന്നു. ടു ഡ്രാഫ്റ്റ് ആൻഡ് ഫൈനലൈസ് ദി പ്രോസ്പെക്ടസ്. ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഒരു പബ്ലിക് കമ്പനി എന്ത് ചെയ്യണം? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ പ്രോസ്പെക്ടസ് എഴുതി തയ്യാറാക്കുകയും അത് ഫൈനലൈസ് ചെയ്യുകയും വേണം. അത് ചെയ്യുന്ന ആരാണ്? മെർച്ചൻ്റ് ബാങ്കറാണ്. അതുപോലെ തന്നെ ടു ഡ്രാഫ്റ്റ് ആൻഡ് ഫൈനലൈസ് അതർ ഡോക്യുമെൻറ്റ്. പ്രോസ്പെക്ടസ് പോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകൾ എന്ത് ചെയ്യുക? തയ്യാറാക്കി വെക്കുക, ഫൈനലൈസ് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? അപ്ലിക്കേഷൻ ഫോം. നമുക്കറിയാലോ, ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അപ്ലിക്കേഷൻ ഫോം റെഡിയാക്കി വെക്കണം. അതുപോലെ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റുകൾ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കണം. ഡ്രോട്ട് എന്നുള്ളത് ഡ്രാഫ്റ്റ് എന്ന് വായിക്കാം. ഓക്കെ. സെലക്ഷൻ ഓഫ് രജിസ്ട്രാർ ഓഫ് ദി ഇഷ്യൂ. അതായത് ആരാണ്? മെർച്ചൻ്റ് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു രജിസ്ട്രാറെ നിയമിക്കുക എന്നുള്ളത്. രജിസ്ട്രാറെ സെലക്ട് ചെയ്യുന്ന ആരാണ്? ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രജിസ്ട്രാറെ സെലക്ട് ചെയ്യുന്ന ആരാണ്? മെർച്ചൻ്റ് ബാങ്കറാണ്. അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ, ആപ്ലിക്കേഷൻ ഫോം പ്രിൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ പ്രിൻറ്റിംഗ് പ്രസ്സുകൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? അവരുടെ ഉത്തരവാദിത്തമാണ്. അഡ്വർടൈസിങ് ഏജൻസികളെ തീരുമാനിക്കുന്ന അവരുടെ ഉത്തരവാദിത്തമാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ. ബ്രോക്കേഴ്സിനെ തീരുമാനിക്കേണ്ടത് മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഷെയർ ബ്രോക്കേഴ്സ്, ഇൻ്റർമീഡിയറീസ്, അതുപോലെ ബാങ്കേഴ്സ്. ഈ ആപ്ലിക്കേഷൻ മണിയൊക്കെ വന്നാൽ സൂക്ഷിച്ച് വെക്കണ്ടേ? അതിനുള്ള ബാങ്കേഴ്സിനെ തീരുമാനിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ അണ്ടർ റൈറ്റിംഗ് ഫൈനലൈസ് ചെയ്യേണ്ടതും അണ്ടർ റൈറ്റിംഗ് ഫൈനലൈസ് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. അറേഞ്ചിങ് പ്രസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ്, നിക്ഷേപക സംഗമം കണ്ടക്ട് ചെയ്യേണ്ടത്, നിക്ഷേപ സംഗമം അല്ലേ കണ്ടക്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. നിക്ഷേപക സംഗമത്തിന് ഉദാഹരണം പറഞ്ഞില്ല, വലിയ വലിയ ഫ്ലാറ്റ് ഓണേഴ്സൊക്കെ അല്ലേ, ഫ്ലാറ്റ് ഓണേഴ്സൊക്കെ, ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? നിക്ഷേപക സംഗമം വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് ഇത്ര ലാഭമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വിവരങ്ങൾ കൈമാറും. അത്തരത്തിലുള്ള നിക്ഷേപ കോൺഫറൻസുകൾ, നിക്ഷേപ സംഗമങ്ങൾ കണ്ടക്ട് ചെയ്യണം. അത് മെർച്ചൻ്റ് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ്. കോർഡിനേറ്റിംഗ് പ്രിൻറ്റിംഗ് പബ്ലിസിറ്റി ആൻഡ് അതർ വർക്ക്. എന്ത് ചെയ്യുന്നു? പ്രിൻറ്റിങ്, അതുപോലെ പബ്ലിസിറ്റി, അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നു, ഏകോപിപ്പിക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? മെർച്ചൻ്റ് ബാങ്കർക്കാണുള്ളത്. ഇത് പ്രീ ഇഷ്യൂക്ക് മുമ്പാണ്. അതായത് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അടുത്തത് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ്. അതായത് ഒരു മെർച്ചൻ്റ് ബാങ്കർക്ക് ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പോസ്റ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ആ സമയത്തുള്ള കാര്യം. ഒന്ന്, കളക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ സെബിക്ക് കംപ്ലയൻസ് റിപ്പോർട്ടുകൾ അയക്കുക എന്നുള്ളത് മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എഴുതി അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മെർച്ചൻ്റ് ബാങ്കേഴ്സിനാണ്. ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ്. ഏത് രീതിയിലാണ് ഷെയർസ് അലോട്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതും മെർച്ചൻ്റ് ബാങ്കറുടെ റോളാണ്. അതുപോലെ പബ്ലിഷ് എ കോപ്പി ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ടു നാഷണൽ ഡെയിലീസ് ആൻഡ് പബ്ലിഷ് അഡ്വർടൈസ്മെൻറ്റ്. ഏത് രീതിയിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയർസ് അലോട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു അടിസ്ഥാനം അതെന്ത് ചെയ്യുക? ദേശീയ പത്രത്തിലും അതുപോലെയുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെ എന്ത് ചെയ്യുക? അറിയിക്കുക എന്നുള്ളതും മെർച്ചൻ്റ് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ്. കൺഫേം ദ കംപ്ലീഷൻ ഓഫ് ലിസ്റ്റിംഗ് ഫോർമാലിറ്റി. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമപരമായ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തേണ്ടത്, അത് സെബി അറിയിക്കേണ്ടത് മെർച്ചൻ്റ് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ്. ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു ഒബ്റ്റെയിൻ പെർമിഷൻ ഫോർ ഡീലിംഗ് സെക്യൂരിറ്റീസുമായി ഡീൽ ചെയ്യുന്നതിന് വേണ്ട പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്യുക, നേടിയെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതും കമ്പനിക്ക് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തമാണ്. മെർച്ചൻ്റ് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ്.
ഓക്കെ, അടുത്ത ആളാണ് രജിസ്ട്രാർ ടു ദി ഇഷ്യൂ. രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും കമ്പനിയാണ്. അവിടെ ഉത്തരവാദിത്തം എന്താണ്? നിക്ഷേപകരിൽ നിന്നും അപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ കളക്ട് ചെയ്ത അപ്ലിക്കേഷൻസിൻ്റെ അപേക്ഷകളുടെ കൃത്യമായ റെക്കോർഡ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ എത്ര പണമാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും റിസീവ് ചെയ്തതെന്ന് വെക്കുക. അതുപോലെ തന്നെ സെല്ലർക്ക്, ഈ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്ന കമ്പനികൾക്ക് ആ പണം, എത്ര പണം കൊടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായൊരു റെക്കോർഡ് തയ്യാറാക്കി വെക്കുക എന്നുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. അസിസ്റ്റിംഗ് ബോഡി കോർപ്പറേറ്റ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, അതായത് ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, രജിസ്ട്രാർ അസിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഉത്തരവാദിത്തം എന്താണ്? അപ്ലിക്കേഷൻ നിക്ഷേപകരിൽ നിന്നുള്ള അപ്ലിക്കേഷൻ സ്വീകരിക്കുക, അതിൻ്റെ ഒരു റെക്കോർഡ് തയ്യാറാക്കി വെക്കുക, അപ്ലിക്കേഷൻ മണി സ്വീകരിച്ചതിൻ്റെ റെക്കോർഡ് തയ്യാറാക്കി വെക്കുക, അതുപോലെ സെക്യൂരിറ്റി സെല്ല് ചെയ്യുന്ന കമ്പനീസിന് എത്ര രൂപ കൊടുത്തു എന്നതിൻ്റെ റെക്കോർഡ് തയ്യാറാക്കി വെക്കുക, അതുപോലെ ഇത്തരത്തിലുള്ള ബോഡി കോർപ്പറേറ്റുകളുടെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ ഏതടിസ്ഥാനത്തിലാണ് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുക, അതുപോലെ ഫൈനലൈസ് ചെയ്യുക ആർക്കൊക്കെയാണ് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്നത് എന്നത്. ലിസ്റ്റ് ഓഫ് പേഴ്സൺ എൻടൈറ്റിൽ ടു അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി, ആർക്കൊക്കെയാണ് ഷെയർ അലോട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുക, അവസാനം തീരുമാനിക്കുക. പ്രോസസ്സിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ്, എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് പ്രോസസ്സ് ചെയ്യുക, തയ്യാറാക്കുക, അത് ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കുക. റീഫണ്ട് ഓർഡേഴ്സ് അയച്ചു കൊടുക്കുക, അതായത് അപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ കിട്ടൂല, അപ്പോൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യണം. അത്ര ലെറ്റർ അല്ലേ, റീഫണ്ട് ഓർഡേഴ്സ് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. നിക്ഷേപകരാവാൻ ആഗ്രഹിച്ച ആളുകൾക്ക്, നിക്ഷേപകരാവാൻ സാധിക്കാത്ത ആളുകൾക്ക് പണം റീഫണ്ട് ചെയ്യുന്ന ഓർഡർ അയച്ചു കൊടുക്കുക. അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുക. അങ്ങനെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോസസ്സ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുക, അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. പിന്നെയുള്ള അയാളുടെ മറ്റ് ഫംഗ്ഷനുകളാണൊന്ന്, ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ കളക്ഷൻ സെൻറ്റർ, അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണിയൊക്കെ കളക്ട് ചെയ്യുന്നതിന് ആവശ്യമായ കളക്ഷൻ സെൻറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളത് രജിസ്ട്രാർ ഓഫ് ഇഷ്യൂയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ബാങ്കിൽ ഷെയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് സഹായിക്കുക എന്നുള്ളതും രജിസ്ട്രാറുടെ ഫംഗ്ഷനാണ്. അതുപോലെ കളക്ഷൻ ബ്രാഞ്ചസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അയച്ചു കൊടുക്കുക എന്നുള്ളത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എത്ര അപ്ലിക്കേഷൻ മണി, എത്ര അലോട്ട്മെൻറ്റ് മണിയൊക്കെ വന്നു എന്നത് കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ കളക്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എല്ലാവിധ അപ്ലിക്കേഷൻ ഫോമുകളും കളക്റ്റിംഗ് ബാങ്കേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുക എന്നുള്ളതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ക്ലാസിഫൈ ആൻഡ് ഗ്രൂപ്പ് വാലിഡ് അപ്ലിക്കൻസ്, വാലിഡ് ആയിട്ടുള്ള യോഗ്യമായിട്ടുള്ള അപേക്ഷകരെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഗ്രൂപ്പാക്കി തിരിക്കുക എന്നുള്ളതും രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ്. മേക്ക് അറേഞ്ച്മെൻറ്റ് ടു പേ ബ്രോക്കറേജ് ആൻഡ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, അണ്ടർറൈറ്റേഴ്സിന് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കാനും ബ്രോക്കേഴ്സിന് ബ്രോക്കറേജ് കൊടുക്കാനുമുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുക എന്നുള്ളതും രജിസ്ട്രാറുടെ ഡ്യൂട്ടിയാണ്, ഫംഗ്ഷനാണ്. ഹെൽപ്പ് ടു ലിസ്റ്റ് ഷെയർസ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഷെയറിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും രജിസ്ട്രാറുടെ ഫംഗ്ഷനാണ്. അടുത്ത ആൾക്കാരാണ് അണ്ടർറൈറ്റേഴ്സ് ടു ദി ഇഷ്യൂ. Underwriting means an agreement with or without condition to subscribe to the securities of a body corporate when the existing shareholders of such body corporate or the public do not subscribe to the securities offered to them. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിനാണ്. Through IPO and FPO, a company issues their securities, wish to subscribe their securities to പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഷെയർ ആദ്യമായിട്ടൊരു കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇഫ് ദ കമ്പനി റിഫ്യൂസ് ടു ബൈ ദി ഷെയർസ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാൻ പബ്ലിക് റിഫ്യൂസ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക, അവർക്ക് താല്പര്യമില്ല എങ്കിൽ അറ്റ് ദാറ്റ് ടൈം ബിഫോർ ദാറ്റ് ദ കമ്പനി മേക്സ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ആൻ അണ്ടർറൈറ്റർ ടു പർച്ചേസ് ദി ഷെയർസ് ഓഫ് ദി കമ്പനി. ഇഫ് ദ ഷെയർസ് ഓഫ് ദി കമ്പനി നോട്ട് ബോട്ട് ബൈ ദി പബ്ലിക്കിലുള്ള ആരും ഷെയർ വാങ്ങിയിട്ടില്ല എങ്കിൽ അണ്ടർറൈറ്റേഴ്സ് വാങ്ങിക്കൊള്ളാമെന്ന് എന്ത് ചെയ്യുക പറയും. അത്തരത്തിലൊരു ഫേം എന്ത് ചെയ്യുക, ഷെയർ വാങ്ങാമെന്ന് ഗ്യാരണ്ടി നിന്നാൽ അതാണെന്ത് അണ്ടർ റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദേ ആർ അപ്പോയിൻറ്റഡ് ടു എൻഷുർ ദ കളക്ഷൻ ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഒരു കമ്പനിക്ക് അവരുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആണെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അണ്ടർ റൈറ്റേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്ന ഒരു അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഒരു കമ്പനിക്ക് എൻഷുർ ചെയ്യാൻ, ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ അണ്ടർ റൈറ്റേഴ്സിനെ വെക്കുന്നത്. ബൈ അപ്പോയിൻറ്റിങ് ദി അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് എ കമ്പനി ക്യാൻ എൻഷുർ, ഒരു കമ്പനിക്ക് ഉറപ്പ് നൽകുവാൻ സാധിക്കുമെന്ത്, കമ്പനി ക്യാൻ എൻഷുർ ദാറ്റ് ദ കമ്പനി വിൽ കളക്ട് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഓൺ ഷെയർസുമായി ബന്ധപ്പെട്ട മിനിമം സബ്സ്ക്രിപ്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കും. ഇഫ് ദ കമ്പനി നോട്ട് ബോർഡ് ദി ഷെയർസ്, പബ്ലിക് ഷെയർ വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പബ്ലിക്കിലുള്ള ആരും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊള്ളാമെന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പേഴ്സണോ പറയുകയാണെങ്കിൽ അവരെ പറയുന്ന പേരാണെന്ത്, അണ്ടർ റൈറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് ടു ദി ഇഷ്യൂ ഒരു പ്രധാനപ്പെട്ട ഇൻ്റർമീഡിയറിയാണ് പ്രൈമറി മാർക്കറ്റിൽ. പിന്നെ ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, ബാങ്കേഴ്സ് ഹു ആർ എൻഗേജ്ഡ് ഇൻ അക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ മണി. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും കോൾ മണിയും ഒക്കെ കളക്ട് ചെയ്യുന്ന ഫേമാണ് ഇത് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ബാങ്ക് എൻഗേജ്ഡ് ഇൻ ദി അക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി ആൻഡ് കോൾ മണി ഓഫ് ഷെയർ ഇഷ്യൂ. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും കോൾ മണിയും ഒക്കെ കളക്ട് ചെയ്യുന്ന ഫേമാണ് ഏത്, സ്ഥാപനമാണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, അല്ലേ, ബാങ്കർ. മാത്രമല്ല റീഫണ്ട് ഓഫ് അപ്ലിക്കേഷൻ മണി, ഷെയർ ഇഷ്യൂ ചെയ്യാത്ത വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, അവരുടെ അപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ആർക്കാണ്, ബാങ്കേഴ്സിനാണ്. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, ഈ ഷെയറിൻ്റെ മുകളിലുള്ള ലാഭവിഹിതം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, അതുപോലെ ഇൻട്രസ്റ്റ് വാറൻറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഒക്കെ ആർക്കാണുള്ളത്, ഈ പറയുന്ന ബാങ്കർക്കാണ്. ഇയാളും ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ സ്ഥാപനവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർമീഡിയറി ആണ്. പിന്നുള്ളതാണ് ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ. ബ്രോക്കേഴ്സ് പറഞ്ഞാൽ ആരാണ്, ഇടനിലക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാളാണ്. ബ്രോക്കേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്താണ്, ബ്രോക്കറേജാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഒരു ബ്രോക്കർ. നമുക്കറിയാം ബ്രോക്കർ, അല്ലേ, നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെയൊക്കെ നമുക്കറിയാം. നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എവിടെയാണ് നമുക്ക് അനുയോജ്യമായ 10 സെൻറ്റ് സ്ഥലം ഉള്ളത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ബ്രോക്കറെ സമീപിക്കുന്നു. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം അയാൾ നമുക്ക് കാണിച്ചു തരുന്നു. ഓക്കെ, നമ്മളത് വാങ്ങുകയാണെങ്കിൽ ആ ബ്രോക്കർക്ക് എന്ത് ചെയ്യണം, സെർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, കമ്മീഷൻ കൊടുക്കണം, അല്ലേ. അതിന് നമ്മൾ എന്ത് വിളിക്കും, ബ്രോക്കറേജ് എന്ന് വിളിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു കമ്പനിയുടെ ഷെയർസിനെ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ണിയാണ് ആര്, ബ്രോക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇൻ്റർമീഡിയറീസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ദ ഇഷ്യൂ ഫ്രം ദി പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ഒരു നിക്ഷേപകരെ കൊണ്ട് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ആര്, ബ്രോക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. ബ്രോക്കേഴ്സാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്ന ഈ ഇൻ്റർമീഡിയറിയാണ് ബ്രോക്കർ. They provide a vital connection link between buyers and sellers in the new issue market. ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സിൻ്റെയും ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആര്, ഇവർ. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ബ്രോക്കർ നോട്ട് കമ്പൾസറി. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബ്രോക്കറെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ളത് എന്താണ്, കമ്പൾസറി അല്ല. എ കമ്പനി ക്യാൻ അപ്പോയിൻറ്റ് നമ്പർ ഓഫ് ബ്രോക്കേഴ്സ്. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്ര ബ്രോക്കേഴ്സിനെ വേണമെങ്കിലും എന്ത് ചെയ്യാം നിയമിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു പബ്ലിക് സബ്സ്ക്രിപ്ഷൻ, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്, പബ്ലിക് ഇഷ്യൂവായി ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ആര്, ബ്രോക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. ദേ ഹെൽപ്പ് ടു ഇൻവെസ്റ്റേഴ്സ് ടു മേക്ക് റൈറ്റ് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിക്ഷേപകർക്ക് അവർക്ക് ഏറ്റവും അനുയോജ്യമായ നിക്ഷേപ അവസരം കണ്ടെത്തി കൊടുക്കുന്നതിന് സഹായിക്കുന്നവരാണ് ആര്, ബ്രോക്കേഴ്സ്. ദേ ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു മേക്ക് ദ റൈറ്റ് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഏറ്റവും മികച്ച ഒരു ചോയ്സ്, ഏറ്റവും മികച്ച ഒരു നിക്ഷേപ അവസരത്തെ കണ്ടെത്തി കൊടുക്കുന്നവരാണ് ആര്, ബ്രോക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. അതാണ് ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർമീഡിയറീസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്.
ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മാനേജേഴ്സ് ടു ദി ഇഷ്യൂ, ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ, അണ്ടർ റൈറ്റേഴ്സ് ടു ദി ഇഷ്യൂ. അങ്ങനെ ഒരു 5 പോയിൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.